ഹായ് ഓൾ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഡിസ്കണ്ടിന്യൂഡ് പെർഫ്യൂമിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. YSLന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ലാനോ ഇതെല്ലോ. നമ്മുടെ ജെറമി ഫ്രാഗ്രൻസ് ഇപ്പോഴും നല്ല ഹൈപ്പ് കൊടുക്കുന്ന ഒരു പെർഫ്യൂം കൂടെയാണ്. അതിൻ്റെ ഫ്ലാങ്കറായിട്ട് ഇറങ്ങി 2 വർഷത്തിനുള്ളിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കപ്പെട്ട ഒരു പെർഫ്യൂമാണ് ലാനോ ഇതെല്ലോ ബ്ലൂ ഇലക്ട്രിക്. അപ്പോൾ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഗ്രൂപ്പിലൊക്കെ ചിലപ്പോൾ സെയിൽ വന്നാൽ പോലും വളരെ പെട്ടെന്ന് ആൾക്കാർ അത് വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു ടെസ്റ്റർ ഉണ്ടായിരുന്നു, സ്പ്ലാഷ് ഫ്രാഗ്രൻസ് എന്ന് വാങ്ങിച്ചത്. അതൊന്ന് ഇത്തിരി ഞാൻ ഡീക്കൻ ചെയ്തെടുത്താണ്. പേരിനെ അനർത്ഥമാക്കുന്ന വിധത്തിൽ തന്നെ ഒരു ബ്ലൂ കളറിലാണ് ഈ ഒരു പെർഫ്യൂം വരുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് ഈ ഒരു പെർഫ്യൂമിൻ്റെ വിശേഷങ്ങൾ സംസാരിക്കാം. സോ ലെറ്റ് us ഗെറ്റ് യുവർ റിവ്യൂ. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. ഹായ് ഓൾ, ഐ എം സുഫിയാൻ. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. എന്നിരുന്നാലും ഞാൻ അത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങളെ പയ്യെ കാണിക്കാം. ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഇതിലെടുത്ത് മണപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട്, പെർഫ്യൂം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചുമ്മാ ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിട്ടിലൻ സെക്സി സെഡക്റ്റീവ് സെൻറ്റ് എന്ന് പറയാം. കിട്ടിലൻ കാടമം, ഏലക്കയുടെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ചുമ്മാ വെറും ഏലക്കയുടെ സ്മെല്ലല്ല, അതിലെന്തോ ഒരു സംഗതി ഉണ്ട്, ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള കാടമം. ആ ഒരു സ്മെല്ലാണ് ചുമ്മാ എടുത്ത് മണപ്പിച്ച് നോക്കുമ്പോൾ കിട്ടുന്നത്. ലാനോ ഇതെല്ലോ ഒറിജിനൽ ഞാൻ ട്രൈ ചെയ്തായിരുന്നു. അത്യാവശ്യം നല്ല ഹോപ്പൊക്കെ വെച്ച് ട്രൈ ചെയ്തൊരു പെർഫ്യൂം ആയിരുന്നു. എന്നിരുന്നാലും അത് ആ ഒരു ഹൈപ്പിന് പറ്റിയത് അത്ര ഉണ്ടോ എന്നുള്ളൊരു ഫീൽ വന്നുപോയി. സ്റ്റിൽ നല്ലൊരു പെർഫ്യൂം തന്നെയാണ്. അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഇത്തിരി വീക്കാണ്. നമ്മളൊന്നുകൂടെ മെച്ചറായിട്ടുള്ള ഒരാൾക്കാരൊക്കെ ആകുമ്പോൾ ഒരു ഡേറ്റിനൊക്കെ പോകാൻ പറ്റിയ ഒരു സ്മെല്ലായിരിക്കും അത്. ഇത്തിരി കൂടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സെറ്റിങ്ങിലായിരിക്കും അതൊന്നുകൂടെ ആൾക്കാർക്ക് ഇഷ്ടമാവുക. പക്ഷേ ഈ ഒരു പെർഫ്യൂമിന് ഇത് ഇത്തിരി കൂടെ ഫ്രഷറാണ്. എന്താ പറയുക, ആ ഒരു സെഡക്റ്റീവ് ക്യാരക്ടർ വളരെ രസമാണ്. നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ടോപ്പ് നോട്ട്സിൽ പൊതുവെ എന്തെങ്കിലും ബഗമോ അങ്ങനെ സിട്രസ് എലമെൻറ്റ്സ് ആൾക്കാർ യൂസ് ചെയ്യുമല്ലോ. ഇതൊന്നുകൂടെ ഒന്ന് പുഷ് ചെയ്യാൻ ഒരു കാരിയറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ചെറുതായിട്ടുള്ളൊരു ഫീലുണ്ട്. ജിഞ്ചർ എനിക്ക് അങ്ങനെ പക്കാ പിക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല, പക്ഷേ ഈ ഒരു കാടമം അത് പയ്യെ ഇങ്ങനെ നൈസ്ലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ലാവൻഡറിൻ്റെ പ്രസൻസ് ഉണ്ട്. എന്നിരുന്നാലും ഒറിജിനലിൽ അത്ര തന്നെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നില്ല. ഒറിജിനലിൽ ഈ ഒരു ലാവൻഡറും കാടമം കൂടെ ചേരുമ്പോൾ ഒരു വായിൽ കടിക്കുന്ന കാടമം എന്ന് പറയാറുണ്ട്. അത് എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്ന പെർഫ്യൂമാണ്. എമീറിൻ്റെ യു ആർ ഡ്രഗ്ഡ് പാരിസ് കോർണർ എന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം കിലിയൻ്റെ ഇൻടോക്സിക്കേറ്റഡ് എന്ന പെർഫ്യൂമിനാണ് ക്ലോൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇതിലെ കാടമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ച കാടമം, നമ്മളിങ്ങനെ വായിൽ ഇങ്ങനെ കടിക്കാന്ന് പറയാറുണ്ട്. ആ ഒരു ഫീൽ എന്താണെന്ന് അറിഞ്ഞൂടാ, അങ്ങനെ ഒരു ഫീൽ വരുന്ന കാടമമാണ്. അതായത് ഏലക്കയുടെ സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിലുള്ളത്. ഇതിലൊരു കോഫിയുടെ നോട്ടൊക്കെ ഉണ്ട്, ഒരു ടർക്കിഷ് കോഫി എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനത്തെ ക്യാരക്ടറുള്ളൊരു കാടമമാണ്. പക്ഷേ ഇത് ഇത്തിരി കൂടെ എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ ഒരു സെഡക്റ്റീവ് നേച്ചറുള്ള ഒരു സ്മെല്ലാണ്. ഇത് ഡ്രൈ ഡൗണിലോട്ട് പോകുന്നതനുസരിച്ച് ചെറുതായിട്ടൊരു ടോങ്ക ബീൻ്റെ ഒക്കെ ക്യാരക്ടറുള്ള ഒരു സ്വീറ്റ്നെസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കര സ്വീറ്റ് അല്ല, ഒരു ടച്ച് ഓഫ് വുഡി ക്യാരക്ടറുള്ള ഒരു സ്വീറ്റ് സ്മെല്ല് ഇതിലുണ്ട്. ബേസ് നോട്ട്സിലോട്ട് സിഡാർ വുഡിൻ്റെയും വെറ്റിവറിൻ്റെ ഒക്കെ ഒരു സോഫ്റ്റ് വുഡി ടച്ചും അതിൻ്റെ കൂടെ ഈ ഒരു ടോങ്ക ബീനൊക്കെ പോലെ ഇരിക്കുന്ന ചെറുതായിട്ടുള്ളൊരു സ്വീറ്റ്നെസ്സാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനെ പിക്ക് ചെയ്യാൻ പറ്റുന്നത്. പലരും ഇതൊരു പൗഡറി പെർഫ്യൂമായിട്ട് മാറുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ സ്കിന്നിൽ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിട്ടിലൻ ഒരു എൻജോയബിൾ ആയിട്ടുള്ള സെൻറ്റ് തന്നെയാണ് ഈ ഒരു പെർഫ്യൂം. ലാനോ ഇതെല്ലോ അത്യാവശ്യം ഓവർ ഹൈപ്ഡ് ആണ്, പക്ഷെ അതിനേക്കാളേറെ എനിക്കിഷ്ടമായത് ഈ ഒരു പെർഫ്യൂമാണ്. അത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ മോളിൽ നിന്നൊക്കെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഓവർ ഹൈപ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാം. ആ ഉപയോഗിച്ചിട്ട് പിന്നെ പയ്യെ രസമായിട്ട് വരുന്നതായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇതൊരു സെക്സി സെൻറ്റ് തന്നെയാണ്. ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇത്തിരി മോശമായിപ്പോയി. പക്ഷെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 100 ml ടെസ്റ്റേഴ്സ് വരെ 9,000-10,000 രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട്. ടെസ്റ്റേഴ്സ് വന്നാൽ തന്നെ പലപ്പോഴും പെട്ടെന്ന് തന്നെ എല്ലായിടത്തുനിന്നും എന്ത് ചെയ്യും, സെയിലായി പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവൈലബിലിറ്റി കുറവാണ്. പിന്നെ പെർഫോമൻസിലോട്ട് വരുമ്പോൾ ഇത് ഭയങ്കര ഭീകര പെർഫോമൻസ് ഒന്നും ഒറിജിനലിൽ നിന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 5 to 6 hours വരെയൊക്കെ ലാസ്റ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് ഈ ഒരു ഷർട്ടിലൊക്കെ. ഇത് ഒന്നുകൂടെ കട്ടിയുള്ളൊരു ക്ലോത്താണ്. ഇതിൽ പല പെർഫ്യൂമും ഒന്നുകൂടെ ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആ ഒരു ക്ലോത്തിൻ്റെ പ്രത്യേകത ആയിരിക്കാം. എന്നിരുന്നാലും ഇത് ആദ്യത്തെ ഒരു ബ്ലാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയും പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒന്നാമത് ഞാൻ ഈ ഒരു ഡീക്കൻ ബോട്ടിൽ നിന്നാണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പിടിച്ചിട്ടേ ഞാൻ സ്പ്രേ ചെയ്യാറുള്ളൂ. 5-6 സ്പ്രേ ഒക്കെ അടിക്കുമ്പോൾ തന്നെ ഞാൻ നിർത്തും. ഒറിജിനൽ ബോട്ടിൽ നിന്നാകുമ്പോൾ ഇത്തിരിയുടെ എമൗണ്ട് പുറത്തേക്ക് അതൊന്ന് സ്പ്രേ ആവും. പിന്നെ ഡീക്കൻഡ് ചെയ്ത സമയത്ത് ചെറുതായിട്ട് പെർഫോമൻസ് വല്ലതും എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും മാറ്റം ഉണ്ടാവും. എന്നിരുന്നാലും
നിങ്ങൾ 15,000 16,000 ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഹണ്ട് ചെയ്ത് തപ്പി പിടിക്കേണ്ട ഒരു പെർഫ്യൂം ഒന്നുമല്ല. കാരണം ലത്താഫയുടെ അൽ നഷാമ കപ്രീസ് എന്നൊരു പെർഫ്യൂം ഇറങ്ങിയിട്ടുണ്ട്. അത് ഇതിൻ്റെ അത്യാവശ്യം ക്ലോസ് ആയിട്ടുള്ള ഒരു ക്ലോണാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ വാങ്ങിക്കാൻ കുറച്ച് ശ്രമിച്ചായിരുന്നു, എന്നിരുന്നാലും എല്ലാ സെല്ലേഴ്സിൻ്റെ അടുത്തും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അടുത്ത മാസം വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുവരെ ഞാൻ ഈ ഒരു ബോട്ടിൽ ബാക്കിയുള്ളത് പിടിച്ചു വയ്ക്കാം, എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട്, എന്നിട്ട് അത്യാവശ്യം വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും അത്. കാരണം ഇത് ഇത്തിരിയൂടെ മെച്ചുറായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല ഡേറ്റ് നൈറ്റ് സെൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. ഒരു 20+ ഏജുള്ള ആൾക്ക് ഒരു ഈവനിങ് ഓർ നൈറ്റ് ടൈം സെൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം ആയിരിക്കും ഇത്. ഭയങ്കര ഗുഡ്മോണ്ട്, അതായത് നല്ല സ്വീറ്റ് എഡിബിൾ ടൈപ്പ് സെൻറ്റുകൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഡേറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ്. അപ്പോൾ അൽ നഷാമ കപ്രീസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ റിവ്യൂ ഇടാം. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഒക്കെ കാണുന്നതിന് നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.